കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു. ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി. നിയുക്ത മുഖ്യമന്ത്രിയായി അതിഷി മർലേനയെ ഇന്നാണ് പ്രഖ്യാപിച്ചത്. അതിഷിക്കൊപ്പമാണ് കെജ്രിവാൾ രാജ്ഭവനിലെത്തിയത്. കെജ്രിവാളിന്റെ വസതിയിൽ നടന്ന ആം ആദ്മി പാർട്ടിയുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയായി അതിഷിയുടെ പേര് പ്രഖ്യാപിച്ചത്. മുതിർന്ന നേതാവ് മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ അതിഷിയെ പിന്തുണച്ചിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി രാജ്യതലസ്ഥാനത്തെ നയിക്കാൻ അതിഷി മർലേന. കെജ്രിവാളിന്റെ വസതിയിൽ നടന്ന ആം ആദ്മി പാർട്ടിയുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയായി അതിഷിയുടെ പേര് പ്രഖ്യാപിച്ചത്. കെജ്രിവാൾ ജയിലിലായത് തൊട്ട് ഭരണകേന്ദ്രങ്ങളെ ഏകോപിപ്പിക്കുന്നത് അതിഷിയായിരുന്നു. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ അതിഷിക്ക് കഴിഞ്ഞിരുന്നു. മുതിർന്ന നേതാവ് മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ അതിഷിയെ പിന്തുണച്ചിരുന്നു. അതിഷി നിലവിൽ കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ, റവന്യൂ, നിയമം അടക്കമുള്ള വകുപ്പുകളിൽ മന്ത്രിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. സുനിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നുവെങ്കിലും വിചാരണ നീണ്ടുപോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒന്നാം പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. മുഖ്യപ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് കേസിനെ ബാധിക്കുമെന്ന് സർക്കാർ വാദിച്ചെങ്കിലും കർശന ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ സുപ്രീം കോടതിയെ സമീപിച്ചു. ഉത്തർപ്രദേശിലെ ഹദ്രസിൽ 19-കാരിയായ ദളിത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിടയായി കൊല്ലപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എല്ലാ തിങ്കളാഴ്ചയും ഉത്തർപ്രദേശിലെ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പുവെക്കണമെന്ന ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടിയാണ് സിദ്ദിഖ് കാപ്പൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. തന്റെ പാസ്പോർട്ട് തിരികെ നൽകണമെന്നും സിദ്ദിഖ് കാപ്പൻ ആവശ്യപ്പെട്ടു. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. മലപ്പുറം ജില്ലയിലെ 13 നിപ്പ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവ്. വണ്ടൂരിൽ നിപ്പ ബാധിച്ച യുവാവ് മരിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനാ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. 175 പേരുള്ള സമ്പർക്ക പട്ടികയിൽ 13 സാമ്പിളുകൾ നെഗറ്റീവായി. 26 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ചതും പ്രോട്ടോകോൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. റേഷൻ കാർഡ് മാസ്റ്ററിംഗ് നാളെ മുതൽ പുനരാരംഭിക്കും. ഇത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. റേഷൻ കടകൾക്ക് പുറമെ സ്കൂളുകളിലും അങ്കണവാടികളിലും മാസ്റ്ററിംഗിന് സൗകര്യമൊരുക്കും. എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും മാസ്റ്ററിംഗ് ഉണ്ടാവും. കിടപ്പ് രോഗികളുടെയും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെയും വീട്ടിൽ വന്ന് മാസ്റ്ററിംഗ് നടത്തും. ഒക്ടോബർ 8-ന് മാസ്റ്ററിംഗ് പൂർത്തിയാകും. മുൻഗണനാ വിഭാഗത്തിൽ 1,53,00,000 ആളുകളുണ്ട്. 45 ലക്ഷം ആളുകളാണ് മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയത്. മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ മഞ്ചേരിയിൽ മങ്കി പോക്സ് ലക്ഷണത്തോടെ യുവാവ് ചികിത്സയിൽ. ദുബായിൽ നിന്നും നാട്ടിലെത്തിയ ഒതായ സ്വദേശിനിയാണ് നിരീക്ഷണത്തിലാക്കിയത്. യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പനിയും തൊലിയിൽ ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പുകളും കണ്ടതിനെ തുടർന്നാണ് ഇയാൾ മെഡിക്കൽ കോളേജിലെത്തിയത്. യുവാവിന്റെ സ്രവ സാമ്പിൾ ശേഖരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട അതിഷി മർലേനയ്ക്കെതിരെ ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മലിവാൾ. അതിഷി ഡമ്മി മുഖ്യമന്ത്രിയാണെന്നും ഡൽഹിയെ ദൈവം രക്ഷിക്കട്ടെ എന്നും സ്വാതി പറഞ്ഞു. പാർലമെന്റ് ആക്രമണ കേസിൽ പ്രതി അഫ്സൽ ഗുരുവിനെ വിട്ടുകിട്ടാൻ പ്രതിഷേധമുയർത്തിയ കുടുംബത്തിൽ നിന്നും ഒരാൾ ഡൽഹി മുഖ്യമന്ത്രി ആയിരിക്കുന്നുവെന്നും സ്വാതി കൂട്ടിച്ചേർത്തു. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. കാർ ഓടിച്ച പ്രതിയായ അജ്മലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഇതിനുശേഷം ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം അപകടത്തിൽ നിർണായകമായ കൂടുതൽ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പുരുഷ വനിതാ 2020 ലോകകപ്പ് വിജയികൾക്കുള്ള സമ്മാനത്തുക തുല്യമാക്കി രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചരിത്ര നീക്കം. അടുത്ത മാസം തുടങ്ങുന്ന വനിതാ ലോകകപ്പ് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. പുതിയ പരിഷ്കാരം അനുസരിച്ച് ജേതാക്കൾക്ക് 19.5 കോടി രൂപ പ്രതിഫലമായി ലഭിക്കും. 2030-ലാണ് തുല്യ സമ്മാനത്തുക നടപ്പാക്കാൻ ICC തീരുമാനിച്ചിരുന്നത്.